ഹലോ ഗായ്സ്, വെൽക്കം ചാനലിലേക്ക് സ്വാഗതം. അതെ, ഞങ്ങളുടെ അവിടുത്തെ ഹാർബറിലാണ് വന്നേക്കണത്. അപ്പോൾ അതെ, നിങ്ങളൊന്ന് കണ്ടോട്ടെ വെളുപ്പിനെ മീനിറങ്ങുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. എനിക്കറിയില്ല എന്തോരം ക്ലാരിറ്റി കണ്ട് കിട്ടുമെന്ന് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പം സമയം എത്രയാടാ? 2:30 ആയിരുന്നു കേട്ടോ. 2:30 ആയി. അപ്പോൾ അതെ, നിങ്ങൾ നോക്കട്ടെ, ഞാൻ ബാക്കിയുള്ള വീഡിയോ കണ്ടിട്ടാ. ഓക്കേ മച്ചാമാരെ, അപ്പം ഇങ്ങനെയാണ് ഞങ്ങളവിടെ ഹാർബറിൽ നിന്ന് ബോട്ടിൽ നിന്ന് ഹാർബറിലോട്ട് മീൻ ഇറക്കണേട്ടാണ്. അപ്പം എനിക്ക് ബോട്ടിൽ അകത്തൊന്നും കയറി കാണാം, അതായത് സ്റ്റോറിൽ നിന്ന് ഇറക്കണമെന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ അവന്മാരും കുറച്ച് തിരക്കിലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ സ്റ്റോറിൽ നിന്ന് മീൻ പോകണമൊക്കെ കാണിച്ചതായിരുന്നു. അതിപ്പോൾ അടുത്ത നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ഇങ്ങനെയാണ്. ഇപ്പം അത്യാവശ്യം ഹാർബറിൽ ബോട്ട് നേരം ഞാൻ പോയ ടൈമിൽ കുറവായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല. സമയം കഴിഞ്ഞാൽ അത്രയും മീനായിരിക്കുള്ളൂ. അവന്മാര് പറഞ്ഞു, അവന്മാർക്കും ബോട്ടുണ്ടായിരുന്നു. അപ്പം വാടാണ്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാനൊന്നും പോയതാണ്. അപ്പൊ ഇപ്പൊ 2-3 ബോട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊന്നും തിരക്കില്ല. അതുകൊണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ വീഡിയോസും ഇങ്ങനെ കാര്യങ്ങൾ എടുക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ ഹാർബറിൽ കച്ചവടം ചെയ്യാനുള്ള സമയമായിട്ടില്ല. മീൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ബോട്ടിൽ നിന്ന്. കുറച്ച് ബോട്ടുള്ളെന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള മീൻ ഇറക്കിക്കൊണ്ടിരിക്കുള്ളൂ. ഇങ്ങനെയാണ് കച്ചവടം ചെയ്യുക. ഇങ്ങനെ കൂനയൊക്കെ ഇടും, ഇത്രയും ബോക്സ് നിരത്തി വെച്ചിട്ട്. ഇപ്പൊ കണ്ടത് അത് മിച്ചർ മീനാണ്. തോടി, പാമ്പുളൻ, കുഴുവ, അങ്ങനെ എല്ലാം കൂടി ഉണ്ടാവും. പിന്നെ കിളിമീൻ ഉണ്ടായിരുന്നു, പിന്നെ അയില ഉണ്ടായിരുന്നു, പിന്നെ മാന്തലി, അങ്ങനെ കുറച്ച് മീൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു. ചെമ്മീൻ അവര് ബോട്ടുകാർ തന്നെ ഐസ് തിരിഞ്ഞു മാറ്റും, അതായത് പിറക്കി, അതായത് എടുത്ത് കളയും. ഐസ് ഇടാൻ പാടില്ല കച്ചവടം ചെയ്യുമ്പോൾ, ഐസ് ഉണ്ടാവാനേ പാടില്ല. അപ്പോൾ ഒരു വലിയ വലിയ കട്ടകൾ ഐസ് കട്ടകൾ എടുത്ത് മാറ്റി വെക്കും. അതിപ്പോൾ ചെമ്മീനിൽ മാത്രമല്ല, ഇപ്പോൾ കൂനരിട്ട് വീട്ടിലാണെങ്കിലും ഐസ് പിറക്കി കളയാൻ കാണാൻ പറ്റും. അങ്ങനെ ഇത് കണ്ട, ഇതാണ് ചെമ്മീൻ എന്ന് പറഞ്ഞില്ല നേരത്തെ. അത് ചെമ്മീനാണ്. ഇത് പൂവാലൻ ചെമ്മീൻ അങ്ങനെയൊക്കെ പറയും. പൂവാലൻ ചെമ്മീൻ എന്ന് പറയണേ. പിന്നെ ചെമ്മീനിൽ തന്നെ കുറെ ചെമ്മീൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിപ്പോ പൂവാലൻ ചെമ്മീനായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ട് നിന്നപ്പോ കൂട്ടുകാരൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചൂണ്ടിടാന്ന് പറഞ്ഞു. കുറച്ച് നേരം എന്തായാലും സമയമുണ്ട്, ടൈമുണ്ട്. അപ്പൊ ചൂണ്ടെടുത്തോണ്ടൊന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു. കണ്ടൂല്ലോ നിങ്ങൾ അവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലും മീൻ എടുത്തിട്ട് അങ്ങനെ ഇട്ടപ്പോ കൂരി എന്നൊക്കെ പറയും ഇവിടെ. അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 2-3 കുറച്ചൊരു അത് കറിക്കായിട്ട് അതും പിടിച്ചോണ്ടാ പോയേ. ഈ ചെറിയ കച്ചവടം, അതായത് ലൈറ്റ് കാണുന്നില്ലേ, അതായത് ചെറിയ ചായക്കടയുണ്ട് ഹാർബറിന്റെ അകത്ത് തന്നെ. അപ്പൊ നമ്മളൊന്നിന് പുറത്ത് പോകേണ്ടത്, ജസ്റ്റ് ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ ആണെങ്കിൽ അവിടെ തന്നെ ചെറിയ പെട്ടിക്കട പോലെ ഉണ്ട്. പിന്നെ ഈ ഹാർബറായിട്ടെന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യേണ്ട സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം. പിന്നെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്.
അങ്ങനെ അദ്ദേഹം ഞങ്ങള് ആ ചൂണ്ടയിട്ട് പിടിച്ച മീനാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കറിക്ക് എടുത്തു, വീട്ടിലത്തേക്ക് എടുത്തു, പിന്നെ എന്റെ കൂട്ടുകാരനെ അവൻ കൊണ്ടുപോയി. ചെറിയ കൂലിയായിരുന്നു, എന്നെങ്കിൽ പോലും കുഴപ്പമില്ല. വറുത്തരച്ച ചില നല്ല അടിപൊളി. അപ്പൊ അങ്ങനെ ഞങ്ങള് ഹാർബറിൽ പോയി വന്നപ്പോൾ നമ്മളൊരു കൂട്ടുകാരനെ കണ്ടായിരുന്നു. അപ്പൊ അവൻ എടുത്തു തന്നു കുറച്ച് മീൻ, അവൻ കറിക്കായിട്ട് തന്നു. അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടില്ലേ. അപ്പൊ ഇനി ഞാൻ ബോട്ടിൽ നിന്ന് നടക്കുന്ന മീൻ ഒരു ദിവസം കാണിച്ചു തരാം. സ്റ്റോറിൽ നടക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പൊ നെയ്മീൻ കൊണ്ടുവന്നില്ലേ, നെയ്മീൻ കൊണ്ടുവന്നപ്പോ ഒരു കൊതി തോന്നി. അപ്പൊ 2-3 പീസ് എടുത്ത് മുറിച്ച് ഞങ്ങൾ തവ ഫ്രൈ ആക്കി കഴിച്ചുട്ടാ. അപ്പൊ എന്ന് വെച്ചാല് വേറൊന്നുമില്ല, ഐസിട്ട മീനല്ലല്ലോ. ഐസിടാതെ നിൽക്കുമ്പോൾ പ്രത്യേക ഫ്രഷ്നെസ് അല്ലേ. പിന്നെ ഐസിട്ട് മറിഞ്ഞ് പോകുമ്പോൾ അത്ര മീന് പിന്നെ ടേസ്റ്റ് കുറയും. അപ്പൊ അതുകൊണ്ട് നേരെ തന്നെ സെറ്റാക്കി.